നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇരുചക്ര വാഹനത്തിൽ കടത്തിയ മദ്യവുമായി യുവാവിനെ തൃത്താല എക്സൈസ് അറസ്റ്റ് ചെയ്തു. വടക്കേ വാവന്നൂർ ഓട്രി വീട്ടിൽ വിനീഷിനെയാണ് തൃത്താല എക്സൈസ് ഇൻസ്പെക്ടർ എം യൂനസിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. ക്രിസ്മസ് പുതുവത്സര സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ രാത്രികാല പരിശോധനയിൽ 5.5 ലിറ്റർ വിദേശ മദ്യവും മദ്യം കടത്താൻ ഉപയോഗിച്ച ജുപിറ്റർ വാഹനവും പിടിച്ചെടുത്തു. പ്രിവന്റീവ് ഓഫീസർമാരായ സിഞ്ചു എസ്, വി പി മഹേഷ്, സിവിൽ എക്സൈസ് ഓഫീസർ പി അരുൺ എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പൊട്ടിയ കുടിവെള്ള പൈപ്പ് പുനഃസ്ഥാപിക്കാത്തത് മൂലം നിരവധി കുടുംബങ്ങളുടെ കുടിവെള്ളം മുടങ്ങി. ഓങ്ങല്ലൂർ പോക്കുംപടിയിലാണ് സംഭവം. ഒരാഴ്ചയായി ഇവിടത്തുകാർ കുടിവെള്ളക്ഷാമത്തിലാണ്. പട്ടാമ്പി കുളപ്പുള്ളി പാത നവീകരണത്തിന്റെ ഭാഗമായാണ് ഓങ്ങല്ലൂർ പോക്കുംപടിയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടിയത്. ഒരാഴ്ചയ്ക്ക് മുമ്പാണ് കുടിവെള്ള പൈപ്പുകൾ ഇവിടെ പൊട്ടിയത്. JCB ഉപയോഗിച്ച് റോഡ് പൊളിച്ചു മാറ്റുന്നതിനിടെയായിരുന്നു പൈപ്പുകളുടെ തകർച്ച. എന്നാൽ ഇത് പുനഃസ്ഥാപിക്കുവാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ഇതോടെ ഈ പ്രദേശത്തുകാർ കടുത്ത കുടിവെള്ള ക്ഷാമത്തിലാണ്. പൂക്കുപ്പടി മാടുകുന്നിന് മുകളിലാണ് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള ടാങ്ക് സ്ഥിതി ചെയ്യുന്നത്. ചെങ്ങണാങ്കുന്നിൽ നിന്നും വെള്ളമെത്തിച്ച് ഈ ടാങ്കിൽ നിന്നുമാണ് ജലവിതരണം നടക്കുന്നത്. പൈപ്പുകൾ പൊട്ടിയതോടെ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലേക്കും കഴിഞ്ഞ 2 ആഴ്ചയായി കുടിവെള്ളം ലഭിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ആക്ഷേപം ഉന്നയിച്ചപ്പോൾ വ്യക്തമായ മറുപടിയല്ല അധികൃതർ നൽകിയെന്നാണ് നാട്ടുകാരുടെ പരാതി. പൊട്ടിയ പൈപ്പ് പുനഃസ്ഥാപിക്കാതെയാണ് ഇവിടെ റോഡ് നിർമ്മാണം ഇപ്പോഴും തുടരുന്നത്. പൈപ്പ് പൊട്ടിയത് മൂലം ഇപ്പോൾ വെള്ളം പമ്പ് ചെയ്യുവാനും കഴിയുന്നില്ല. വെള്ളം പമ്പ് ചെയ്താൽ അത് റോഡ് നിർമ്മാണത്തെയും ബാധിക്കും. റോഡ് നവീകരണം കഴിഞ്ഞിട്ട് കുടിവെള്ള പൈപ്പിന്റെ കാര്യം പരിശോധിക്കാമെന്നാണ് ഉദ്യോഗസ്ഥരുടെ മറുപടിയെന്നും ആക്ഷേപമുണ്ട്. ഈ റോഡ് പണി തുടങ്ങിയതിന് ശേഷം നമ്മളെ ഈ ഭാഗത്തിലെ ആളുകൾക്കൊന്നും വെള്ളം കിട്ടുന്നില്ല. എന്താ വെച്ചാൽ പൈപ്പ് ആദ്യം തന്നെ മാന്തിയപ്പോൾ പൊട്ടിയിട്ട് ഇപ്പോൾ ഒരാഴ്ച 15 ദിവസം കഴിഞ്ഞു. ഇനി ആ പൈപ്പ് അവിടുന്ന് പൊട്ടിയത് മാന്തി എടുക്കാനും പറ്റില്ല, അവിടെ വെള്ളം കൊടുക്കാനും ജനങ്ങൾക്ക് വെള്ളം കിട്ടില്ല. എന്താ വെച്ചാൽ 2 പൈപ്പും വെള്ളം കയറി വരുന്ന പൈപ്പും പൊട്ടിക്കണു, ഇറങ്ങി വരുന്ന പൈപ്പും പൊട്ടിക്കണു. അത് കാരണം ഇവിടെ വെള്ളം കിട്ടുന്നില്ല. അപ്പോൾ ഈ പൈപ്പ് പഴയ പൈപ്പുകളാണ്, അതിന് മാറ്റേണ്ടതായിട്ടേ വരും. പുതിയ പൈപ്പ് മാറ്റണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. പുതിയ പൈപ്പ് ഇവിടെ കിട്ടണമെങ്കിൽ പഴയ പൈപ്പ് കിട്ടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലാണ് ഇവിടെ. ഇനി മാറ്റാൻ പറ്റില്ല, ഇനി ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അത് ആദ്യം നോക്കണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാറ്റേണ്ടത്. അവർക്കറിയാം, ഞാൻ JCB മാന്തുമ്പോൾ പറഞ്ഞു കൊടുത്തു ഈ ഇവിടെ പൈപ്പ് ഉണ്ട് എന്ന്. അവർ മാന്തിയിട്ടാണ് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അവരോട് പറഞ്ഞു കൊടുത്തു, അതൊക്കെ ഇനി വാട്ടർ അതോറിറ്റി നിങ്ങൾക്ക് നേരാക്കി തരുന്നതാണ് അവർ പറയുന്നത്. ഞാൻ അവരോട് പറഞ്ഞതാണ്. അപ്പം ഇപ്പോൾ വെള്ളമല്ല, ഇപ്പോൾ ഞങ്ങൾക്ക് 15 ദിവസമായി വെള്ളം കിട്ടിയിട്ട്. അപ്പോൾ വെള്ളം വേണം. അതിനുള്ള സംവിധാനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥന്മാർ സർക്കാർ അതിന് വേണ്ടത് ചെയ്തു തരണം. അല്ലെങ്കിൽ ഇവിടെ ഞങ്ങൾ അതിനുള്ള പ്രക്ഷോഭം തുടങ്ങാനുള്ള സാധ്യത ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ കുറേ ആളുകൾക്ക് വെള്ളം കിട്ടാത്തതല്ലേ. എനിക്ക് വെള്ളം ഉണ്ട് പറഞ്ഞൊരു കാര്യമില്ല, മറ്റുള്ളവർക്ക് വെള്ളം വേണമല്ലോ. ഇവിടെ പൈപ്പ് പുതിയതായിട്ട് ഇടും വേണം. പട്ടാമ്പി ബൈപ്പാസ് റോഡിന്റെ ആദ്യഘട്ട പ്രവൃത്തികൾ പൂർത്തിയാകുന്നു. 2 കോടി രൂപ ചിലവിലാണ് റോഡ് നിർമ്മാണം. നിർമ്മാണ പ്രവൃത്തികൾ മുഹമ്മദ് മോഹസിൻ MLA നേതൃത്വത്തിൽ വിലയിരുത്തി. പട്ടാമ്പി ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി ഒരു ബൈപ്പാസ് റോഡ് വേണമെന്നത് ഏറെക്കാലത്തെ ആവശ്യമാണ്. ഇതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. പട്ടാമ്പി പെരുന്തമണ്ണ റോഡിലെ മാർക്കറ്റിന് സമീപത്തു നിന്നും പെരുമിടിയൂർ ഗേറ്റ് പ്രദേശത്തെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ബൈപ്പാസ് റോഡിനാണ് ഇവിടെ ആരംഭം കുറിച്ചിരിക്കുന്നത്. ഇതിന്റെ ആദ്യഘട്ട പ്രവൃത്തികളാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. പട്ടാമ്പി നഗരസഭാ പ്രദേശത്ത് വരുന്ന 1 കിലോമീറ്ററോളം പാതയാണ് ഇപ്പോൾ നവീകരിക്കുന്നത്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപ അനുവദിച്ചാണ് ആദ്യഘട്ടത്തിലെ 1 കിലോമീറ്റർ പാതയിൽ ഇന്റർലോക്ക് കട്ട വിരിക്കുന്നത്. ലിബർട്ടി സ്ട്രീറ്റ് വരെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ആദ്യഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയാക്കുന്നത്. പല കാരണങ്ങളാലും ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം പാതി വഴിയിൽ കിടക്കുകയായിരുന്നു. 2005-ലാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ബൈപ്പാസ് റോഡിന് തുടക്കം കുറിച്ചത്. പിന്നീട് നഗരസഭ ഏറ്റെടുക്കുകയായിരുന്നു. ഇക്കഴിഞ്ഞ ജനുവരി 13-നാണ് നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചത്. പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കി തുറന്നുകൊടുക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മുഹമ്മദ് മോഹസിൻ MLA പറഞ്ഞു. പട്ടാമ്പി ബൈപ്പാസ് ദീർഘകാലമായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യമാണ്. അത് യാഥാർത്ഥ്യമാവുകയാണ്. ഇന്നിപ്പോൾ അതിൻ്റെ ആദ്യഘട്ടത്തിൻ്റെ വർക്കാണ് ഇപ്പോൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം, പട്ടാമ്പി താലൂക്കിലേക്ക്, മുനിസിപ്പാലിറ്റിയിലേക്ക്, അതോടൊപ്പം ആശുപത്രിയിലേക്ക് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് വളരെ ഷോർട്ടായിട്ടും ടൗണിലെ തിരക്ക് ഒഴിവാക്കിക്കൊണ്ടും പോകാൻ കഴിയുന്ന ഒരു ബൈപ്പാസാണ് ഈ പട്ടാമ്പിയിലെ ബൈപ്പാസ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് റീബിൽഡ് കേരള ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 2 കോടി രൂപയാണ് അനുവദിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ആവശ്യം പറഞ്ഞപ്പോൾ വളരെ നേരിട്ട് തന്നെ പ്രത്യേകമായി അനുവദിച്ച ഫണ്ടാണ് ഈ 2 കോടി രൂപ. അത് പട്ടാമ്പി മണ്ഡലത്തിലേക്ക് 15 കോടി പ്രത്യേകമായി അനുവദിച്ചപ്പോൾ അതിൽ പെട്ട 2 കോടിയാണ്. ഇതിൽ നിർമ്മാണം വളരെ വേഗത്തിലാണ് നടക്കുന്നത്. പട്ടാമ്പി
മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ സ്ഥലങ്ങൾ ക്ലിയർ ചെയ്തു തന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെ ബന്ധപ്പെട്ട വകുപ്പ് LSTD AXC അടക്കമുള്ളവരെ ഒഴുക്കി വളരെ നന്നായാണ് ഇപ്പോൾ ഈ ബൈപ്പാസിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പൂർണ്ണമാകുകയല്ലെങ്കിലും അടുത്ത ഘട്ടം കൂടി ഇതിൽ കുറച്ചുകൂടെ ഫണ്ട് വെക്കേണ്ടി വരും. എന്നാൽ ആദ്യഘട്ടം പൂർത്തീകരിക്കുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് ആളുകൾക്ക് വരാൻ ഷോർട്ടായിട്ട് സുന്ദരമായ ഭംഗിയായ ഒരു റോഡായിട്ട് ഇത് മാറും. ലോക മണ്ണ് ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീന ഉദ്ഘാടനം നിർവഹിച്ചു. നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ അധ്യക്ഷനായി. നാഗലശ്ശേരി പഞ്ചായത്തിലെ കർഷകർക്കുള്ള സോയിൽ കാർഡ് വിതരണം, നാഗലശ്ശേരി പഞ്ചായത്ത് മണ്ണ് ഭൂപടം, മണ്ണ് ഭൂവിഭവ റിപ്പോർട്ട് പ്രകാശനം എന്നിവ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി നിർവഹിച്ചു. പഞ്ചായത്തിലെ മുതിർന്ന കർഷകൻ, മുതിർന്ന വനിതാ കർഷക, കുട്ടി കർഷകർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മണ്ണ് ദിനാചരണത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി നടത്തിയ ചിത്രരചന പ്രശ്നോത്തരി മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിൽ നടന്നു. മണ്ണ് ജീവന്റെ നിലനിൽപ്പ് എന്ന വിഷയത്തിൽ കാർഷിക സർവകലാശാല റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ PS ജോൺ കാർഷിക സെമിനാർ നയിച്ചു. പാലക്കാട് മണ്ണ് പരിവേഷണ ഓഫീസർ ഷെറിൻ ലിൻസി, ഒറ്റപ്പാലം മണ്ണ് സംരക്ഷണ ഓഫീസർ M അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നിങ്ങൾ ചാരം കൊടുത്താലും പൊട്ടാഷ്യം കൊടുത്താലും ചെടി എടുക്കുന്നത് അതിനെയെല്ലാം കൂടെ മയപ്പെടുത്തി K+ എന്ന് പറയുന്ന അയോണിക രൂപത്തിലാണ്. നിങ്ങൾ എല്ലുപൊടി മേടിച്ചു കൊടുത്താലും, നിങ്ങൾ സൂപ്പർ ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അറ്റംബസ് എന്ന് പറയുന്ന വളം മേടിച്ചു കൊടുത്താലും ചെടി എടുക്കുന്നത് ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന രൂപത്തിലാക്കിയിട്ടാണ് എന്ത് കൊടുത്താലും. മനസ്സിലായെന്ന് പറഞ്ഞത്. അതുകൊണ്ട് രാസവളം ഒരിക്കലും വിഷമല്ല. അതുകൊണ്ട് ഈ പറയുന്ന കൃഷിക്ക് 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആദ്യത്തെ എസ്റ്റാബ്ലിഷ്മെന്റ് ഒന്ന് ഉറപ്പിച്ചെടുക്കുന്നത്. ഞാൻ നട്ടു ആദ്യത്തെ ഒരാഴ്ചത്തേക്ക് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് വേണം. ഇടവേള. തലമുറകൾ തോറും വളരുന്ന സ്നേഹം പൊന്നായി മാറട്ടെ. പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം തികച്ചും സൗജന്യമായി. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തയിലേക്ക്. ഡിവൈഎഫ്ഐ തൃത്താല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഡ്സ് ജില്ലാ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ തൃത്താലയിലെ ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ജയദേവൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സംസ്ഥാന അവാർഡ് ജേതാവ് പ്രസീത ടീച്ചർ മുഖ്യാതിഥിയായി. തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് KA പ്രയാൺ, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി അനൂപ് എന്നിവർ പങ്കെടുത്തു. ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി പ്രണവ്, മേഖലാ പ്രസിഡന്റ് മണികണ്ഠൻ, മേഖലാ ട്രഷറർ സാജു, വിപിൻ, ഹമീദ്, രതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിളയൂർ ബഡ്സ് സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു. 1 കോടിയോളം രൂപ ചിലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ പറഞ്ഞു. വിളയൂർ ബഡ്സ് സ്കൂളിന് വേണ്ടിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. മുഹമ്മദ് മോഹസിൻ MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 1,50,00,000 രൂപ ചെലവഴിച്ചാണ് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 4 കെട്ടിന്റെ മാതൃകയിലാണ് ബഡ്സ് സ്കൂളിന്റെ കെട്ടിടം നിർമ്മിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജയും വൈസ് പ്രസിഡന്റ് KP നൌഫലും പറഞ്ഞു. വിളയൂർ ഗ്രാമപഞ്ചായത്തിൽ ബഡ്സ് സ്കൂളിൻ്റെ കെട്ടിടം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഇവിടെ നിലവിലുള്ള കുടുംബശ്രീ ഓഫീസിലാണ് നമ്മളെ ബഡ്സ് സ്കൂൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1,50,00,000 രൂപ ചെലവിട്ടുകൊണ്ടാണ് പുതിയ 4 കെട്ട് രൂപത്തിൽ ഒരു ബഡ്സ് സ്കൂൾ നമുക്ക് യാഥാർത്ഥ്യമാകുന്നത്. ഈ വരുന്ന 7-ാം തീയതി 12 മണിക്കാണ് നമ്മൾ ബഡ്സ് സ്കൂളിൻ്റെ പ്രവൃത്തി നിർമ്മാണോദ്ഘാടനം ബഹുമാനപ്പെട്ട MLA ആണ് നിർവഹിക്കുന്നത്. വലിയപാലം ഓഡിറ്റോറിയം കൂരാച്ചിപ്പടിയിൽ വെച്ചാണ് ഈ ചടങ്ങ് നടക്കുന്നത്. പഞ്ചായത്തിലെ 4-ാം വാർഡിൽ ഓടുപാറയിൽ പഞ്ചായത്തിന് കീഴിലുള്ള 10 സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുക. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12-ന് കൂരാച്ചിപ്പടിയിൽ നടക്കുന്ന ചടങ്ങിൽ മുഹമ്മദ് മോഹസിൻ MLA കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. മോളിപ്പറമ്പ് തത്തുമസി വിളക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾ, ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായി. വൈകിട്ട് 5-ന് പെരിങ്ങോട് മുല്ലക്കൽ ക്ഷേത്രത്തിൽ നിന്നും താലത്തിന്റെ അകമ്പടിയോടെ വിളക്ക് പന്തലിലേക്ക് പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. പുലർച്ചെ വെട്ടുംതട, കനൽച്ചാട്ടം, ഗുരുതി തർപ്പണം തുടങ്ങിയവയോടെ ദേശവിളക്ക് മഹോത്സവത്തിന് സമാപനമായി.
ചരമം കോതച്ചിറ പരേതനായ പാറമേൽ യൂസഫ് ഭാര്യ ഉണ്ണിത്ത എന്ന ആയിഷ നിര്യാതയായി ഖബറടക്കം മണ്ണംകുളം മഹല്ല് ഖബർസ്ഥാനിൽ നടന്നു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.